الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا هل أدلكم على تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم وأخرى تحبونها نصر من الله وفتح قريب وبشر المؤمنين. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യന് സന്മാർഗം കാട്ടിത്തന്ന അതിമഹത്തായ മാസം, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെയധികം ദിവസങ്ങൾ കടന്നുപോയി എന്ന മറ്റൊരർത്ഥമുണ്ട്. 3 10 തിരിച്ച് 30 പൂർത്തിയുണ്ടെങ്കിൽ അനുഗ്രഹത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും നരക വിമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും ഒക്കെ മാസമായിട്ട് പരിചയപ്പെടുത്തപ്പെട്ട അതിൻ്റെ ആദ്യത്തെ 2 10കളും തീർന്നു പോവുകയാണ്. നരകവിമോചനത്തിൻ്റെ അതിൻ്റെ അനന്തരഫലം സ്വർഗപ്രവേശനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഒരായുസ്സിൽ യഥാർത്ഥത്തിൽ റമളാൻ കടന്നു വരികയും അത് ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് മഹത്തായ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൂടിയാണ്. അത് പ്രയോജനപ്പെടുത്താതെ പോയാൽ അവനേക്കാൾ നിർഭാഗ്യവാൻ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷങ്ങളും എത്ര അധികം സ്കോർ ചെയ്യാൻ കഴിയുമോ അത്രയധികം നന്മ വാരിക്കൂട്ടാനുള്ള ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. നരകവിമോചനം, സ്വർഗപ്രവേശനം എന്നൊക്കെ പറയുമ്പോൾ
ഒരുപാട് കേട്ട് പഴകിയതുകൊണ്ട് അതിനത്ര വലിയൊരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രതികരണം നമുക്ക് ഒരു പക്ഷേ ഉണ്ടായിക്കൊള്ളുന്നില്ല. മരണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ആരും അനുഭവിച്ചിട്ടില്ല. കാരണം അനുഭവിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. അത് അനുഭവിക്കുമ്പോൾ മാത്രം അതിൻ്റെ രൂക്ഷത, ഗാഢത, അതിൻ്റെ പ്രയാസം മനസ്സിലാകുന്ന ഒരു പ്രത്യേക സംഗതിയാണ് മരണം. ഈ മരണാനന്തരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരലോക ജീവിതത്തിലേക്ക് പോകുന്നത്. ഇവിടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തിയവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പോക്ക് തന്നെ ഉത്തമമായ, അനുഭൂതിപൂർവകമായ, ആസ്വാദ്യദായകമായ തരത്തിലായിരിക്കും എന്ന് ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒരുപാട് തവണ അല്ലാഹുവും പ്രവാചകനും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യന്മാർ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നരകത്തിൽ നിന്നും രക്ഷപ്പെടുകയും നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുക, പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് മഹത്തായ വിജയം, ജീവിതത്തിൻ്റെ വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ നരകത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരുപാട് തലങ്ങളിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വത്തഖുൻ നാറല്ലതി വഖൂദുഹ അന്നാസ് വൽ ഹിജാറത്ത് ഉഇദ്ദത് ലിൽ കാഫിരീൻ. അൽ ബഖറയിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ അത് പറയാം. ഈ പറഞ്ഞിരുന്ന സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അവൻ്റെ വേദഗ്രന്ഥം അതൊന്നും ശരിയല്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദൂ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഒരു വെല്ലുവിളിയാണ്. ഇതുപോലെ ഒരു സൂറത്ത്, പിന്നെ ഒരു ആയത്ത് അത് കൊണ്ടുവരിക. എല്ലാം തഫാലോ വലം തഫാലോ, നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ആളുകളെയും കൂട്ടിന് വിളിച്ചൊള്ളുക, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഇങ്ങനൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല. എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഫത്തഖുൻ നാറല്ലതി, ഒരു നരകം ഈ നിഷേധികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നുണ്ട്. അവിടെ മനുഷ്യരും കല്ലുകളുമൊക്കെ ഇന്ധനമാക്കപ്പെടുന്ന സ്ഥലമാണ്. അത് നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ പേടിപ്പെടുത്തി ഒരുതരം ഭയചിഹതരായി ഈ ഭൂമിയിലൂടെ നടക്കാൻ വേണ്ടി അല്ലത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. അവനൊന്ന് ലൂസാക്കി വിട്ടാൽ അവൻ അശ്രദ്ധനായിട്ട് എല്ലാ താഴ്വരകളിലും അലഞ്ഞു തിരിഞ്ഞ് നാശം വരുത്തി വെക്കും. അങ്ങനെയാണ് മനുഷ്യ മനസ്സ്. കുറച്ച് നേരം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ, കടിഞ്ഞാണില്ലാതെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ താഴ്വരകളിലും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്നിട്ട് നാശം വരുത്തി വെക്കും. അപ്പോൾ മനുഷ്യ മനസ്സിനെ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തണം. കൺട്രോൾ ചെയ്യാൻ ഒരുപാട് ടൂൾസ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മരണചിന്തയും പരലോകചിന്തയും. ഏതെങ്കിലും ഒരു സംഗതി തെറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, തൗബ ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കും. ശിക്ഷയാണെങ്കിൽ കഠോരമാണ്. അപ്പോൾ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് ആ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും ശക്തമായ വാക്കുകളിൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഫീ സമൂമിൻ വഹമീം, അതായത് തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റ്, ചുട്ടുതിളയ്ക്കുന്ന വെള്ളവും നമുക്ക് മനസ്സിലാവും. മരുഭൂവാസികൾക്ക് പ്രത്യേകിച്ച്, ഗൾഫിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ 50 ഡിഗ്രി, 48, 49, 50 ഡിഗ്രി കഴിഞ്ഞാൽ 50 ഡിഗ്രി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ റൂളുണ്ട്, ഈ വർക്കൊക്കെ നിർത്തിവെക്കണം. 50 ഡിഗ്രിക്ക് അപ്പുറം ചൂട്, 50 ഡിഗ്രി, വെറും 50 ഡിഗ്രിക്ക് അപ്പുറം ചൂട് പോയാൽ ആ കാറ്റിങ്ങോട്ട് അടിച്ചാൽ രോമകൂപങ്ങളിലേക്ക് കാറ്റ് ഇങ്ങനെ ചൂടിങ്ങനെ അടിച്ച് കയറ്റുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതൊരു 60 70 ആയാലും മനുഷ്യന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ഉഷ്ണം അടിച്ചു കയറ്റുന്ന, തീ അടിച്ചു കയറ്റുന്ന, ചൂട് അടിച്ചു കയറ്റുന്ന, തുളച്ചു കയറുന്ന ഒരു കാറ്റ്, അത് മനുഷ്യന് മനസ്സിലാവും. പ്രത്യേകിച്ച് സമ്പോധിത സമൂഹത്തിന് എളുപ്പം മനസ്സിലാവും. അവർക്ക് ജീവിക്കാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. ചൂടങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ത്വക്കിൻ്റെ അടിയിൽ
ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. വല്ലാണ്ട് അസ്വസ്ഥ അനുഭവപ്പെടും. ജീവിക്കാനും മരിക്കാനും പറ്റാത്തൊരു സാഹചര്യം. അതിൻ്റെ കൂട്ടത്തിൽ ചുട്ട് തിളച്ച വെള്ളവും കൂടെ ആയാലോ, അങ്ങനെ ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ വേണം. ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. അതായത് സുഖശീതളമോ ആശ്വാസപ്രദമോ ഒന്നും അല്ലാത്ത ഒരു പുകയുടെ നിഴൽ എങ്ങനെ ഉണ്ടാവും? ഒരു പുക, ആ പുക നമുക്ക് സമ്മാനിക്കുന്നത് ഒരുതരം അസ്വസ്ഥജനകമായ ഒരു ചുറ്റുപാടാണ്. അടിച്ചു കയറുന്ന കാറ്റ്, തിളച്ച വെള്ളം, ഒരുതരം കട്ടിപ്പുക, അതുകൊണ്ട് യാതൊരു തണുപ്പും സുഖവും അനുഭവപ്പെടാത്ത. എന്തിനാണ് അവരെങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ പറയാ, ഇന്നഹും കാനൂ ഖബല ദാലിക മുത്രഫീൻ. നാം ഇതൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിരുന്നു. ദുന്യാവിൽ അവർക്ക് ജീവിതം കൊടുത്തപ്പോൾ അവർക്ക് വിഭവങ്ങളും കൊടുത്തിരുന്നു. പക്ഷെ അവരവിടെ സുഖലോലുപന്മാരായിരുന്നു. ഭൗതിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിഭവങ്ങൾ വെച്ച് സുഖലോലുപതയിലായിരുന്നു അവർ. ആ സുഖലോലുപന്മാർക്ക് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്ന ഇതാണ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. വകാനൂ യസ്റൂന അലൽ ഹിൻസിൽ അലീം. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ, തെറ്റാണെന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാലേ അത് ശരിയാണെന്ന് പറഞ്ഞതിൽ ശഠിച്ചു നിൽക്കുന്ന ഒരു നിലയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവിടെ ഒരു രീതി പലപ്പോഴും അവർ ചോദിച്ചിട്ടുണ്ട്. ചിലരൊന്നും ചോദിക്കൂല, ചിലരിങ്ങനെ പറയും. വകാനൂ യഖൂലൂന അഇദാ മിത്നാ കുന്നാ തുറാബൻ വഇളാമ. നമ്മൾ മരിച്ചു മണ്ണായി എല്ലായി ദുരൂപിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ അഇന്നാ ലമബ്ഊസൂൻ, വീണ്ടും നമ്മളെ ഇങ്ങനെ പുനരുദ്ധാനത്തിലേക്ക് വരുത്തുകയോ? സാധ്യമല്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെ പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ നമുക്കറിയാം. മരിച്ച് മണ്ണായി പോയിട്ട് എല്ലൊക്കെ നുരുമ്പിച്ച് പോയിട്ട് രണ്ടാമതുണ്ടാവുക. എന്ത് വെട്ടിത്താണ്! 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റുമോ നിനക്കൊക്കെ? ഏതോ ഒരു കാലത്ത്, പണ്ടൊരു കാലത്ത് പ്രവാചകന്മാർ പറഞ്ഞു, അതിപ്പോഴും പറഞ്ഞു നടക്കുന്ന എന്ന് ചിന്തിക്കുകയും പലപ്പോഴും എഴുതുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾ അങ്ങനെ പറയില്ലെങ്കിലും അങ്ങനെ മനോഭാവമുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഇവിടെ ഇരിക്കണവരൊന്നല്ല പറഞ്ഞത്. റേഷൻ കാർഡിൽ സത്യവിശ്വാസികളുടെ പേരുള്ള കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ പാസ്പോർട്ടിലോ വോട്ടേഴ്സ് ലിസ്റ്റിലോ ഒക്കെ സത്യവിശ്വാസികളുടെ പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. എന്നും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള. അവർ ചോദിക്കും, ആബാവുനൽ അവ്വലൂൻ, അല്ല ഞങ്ങളെ മുമ്പ് മരിച്ചുപോയ കുറേ പൂർവ്വപിതാക്കന്മാരുണ്ടല്ലോ, അവരെ ഹാജരാക്കും എന്ന് പറയും. അപ്പോൾ അതിന് ഒരുതരം പരിഹാസ്യമായൊരു ചോദ്യമായിരുന്നു പ്രവാചകൻ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മറുപടി കൊടുക്കാൻ പറഞ്ഞു. ഇന്നഖുൽ, നീ ആണ്ട് പറഞ്ഞു കൊടുക്കുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീന ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. അതെ, മുൻഗാമികളെയും പിൻഗാമികളെയും എല്ലാവരെയും ഒരു നിശ്ചിത നാളിന്റെ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ നാം അവിടെ എല്ലാത്തിനെയും അണിയായി അവിടെ ഹാജരാക്കുക തന്നെ ചെയ്യും, അവിടെ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യും. വളരെ ഘനഗംഭീരമായ നിലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. എന്നിട്ട് അന്നേരം അതായത് അന്ന് കുറ്റവാളികളെ, കള്ളന്മാരായ നിഷേധികളായ കുറ്റവാളികളെ എല്ലാം വിളിച്ചുകൊണ്ട് പറയാ, നിങ്ങൾ സഖൂം വൃക്ഷത്തിൽ നിന്ന് തിന്നേണ്ടി വരും. സഖൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം മുള്ള്. അതായത് അതിൻ്റെ ഫലം തിന്നു കഴിഞ്ഞാൽ ബോംബിട്ട് നടക്കുന്നുണ്ടാവും. അതാണ് നല്ലത്, പറഞ്ഞ് മനസ്സിലാവും. അവിടെ ആകപ്പാടെ വയറകൂടെ അടിച്ച് പൊട്ടിത്തെറിക്കൂലെങ്കിലും ആകപ്പാടെ എല്ലാത്തിനെയും കരിച്ച് വേവിച്ച് കളയുന്ന ഒരു തരത്തിലുള്ള സഖൂം വൃക്ഷത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഖുർആനിൽ പല പരാമർശങ്ങൾ. ഫശാരിബൂന അലൈഹി, എന്നിട്ട് അല്ല ചുട്ടു തിളച്ച വെള്ളം, അതായത് ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, അതൊന്ന് വയറ് നിറയ്ക്കണം. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം, ചുടുവെള്ളത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യണം. വയറിനെ കത്തിച്ച് കളയുന്ന ഒരുതരം ഫലം, കൂട്ടത്തിൽ ചുടുവെള്ളം, ചിഞ്ചലമുള്ള ചുടുവെള്ളം കുടിക്കാൻ കിട്ടുക. ഷാരിബൂന ഷുറബൽ ഹീം, ഇത് ആഹാർത്തമായ ഒട്ടകം, അങ്ങനെ വെള്ളം കാണാത്ത ഒട്ടകം കുടിക്കുന്ന കോലത്തിലൊരു കുടി. ഹാദാ നസുലുഹും യൗമദ്ദീൻ, അന്ത്യദിനത്തിൽ വിചാരണയുടെ നാളിൽ അവർക്കുള്ള സൽക്കാരം അതാണ്. ഇതൊരു ചെറിയ ചിത്രീകരണം മാത്രമാണ്. ഇതുപോലെ 100 കണക്കിന് ചിത്രീകരണം ഖുർആനിൽ തന്നെ ഉണ്ട്, ഹദീസുകളിൽ വേറെ ഉണ്ട്. ഇത് നമ്മളെ മനസ്സിനെ
ശരിക്കും പിടിച്ചു കുലുക്കാൻ, സത്യവിശ്വാസമുള്ളവനെ അവൻ്റെ നാടിഞരമ്പുകളെ പിടിച്ച് ഞെരിക്കാനും കുലുക്കാനും അവന് സൂക്ഷ്മതയുള്ളവാക്കി തീർക്കാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വിദ്യാഭ്യാസം അനുസരിക്കണം. വളരെ നല്ല നിലയിൽ ദുനിയാവിൽ ജീവിക്കാനുള്ള വിഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നു, നിർദ്ദേശങ്ങളും തന്നു. ഇതെല്ലാം തോന്നിയാസത്തിന് ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെടുത്തിയിട്ട്, ഇതിൻ്റെ വാല്യൂ അറിയാതെ നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇതൊക്കെ ആയിരിക്കും ഫലം. അവരോട് ഇങ്ങനെയും കൂടി പറയും, وَيَوْمَ يُعْرَضُ الَّذِينَ كَفَرُوا عَلَى النَّارِ أَذْهَبْتُمْ طَيِّبَاتِكُمْ فِي حَيَاتِكُمُ الدُّنْيَا وَاسْتَمْتَعْتُمْ بِهَا فَالْيَوْمَ تُجْزَوْنَ عَذَابَ الْهُونِ بِمَا كُنْتُمْ تَسْتَكْبِرُونَ فِي الْأَرْضِ بِغَيْرِ الْحَقِّ وَبِمَا كُنْتُمْ تَفْسُقُونَ. ഈ കുറ്റവാളികൾ, ഇതിനെയൊക്കെ എതിർത്ത് തള്ളിക്കളഞ്ഞ നിഷേധികളായ ആളുകളെ അവരെ നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം അവരോട് പറയപ്പെടുന്നത്, അദ്ഹബ്തും തയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയ, നിങ്ങൾക്ക് നൽകിയ നല്ല വിഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ നശിപ്പിച്ചളഞ്ഞു, പോറ്റിക്കളഞ്ഞു. അദ്ഹബ്തും തയ്യിബാതികും, നിങ്ങളെ നന്മകളൊക്കെ നിങ്ങൾ പോക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഭവങ്ങൾ. സൗന്ദര്യം ഒരു വിഭവമാണ്, പണം ഒരു വിഭവമാണ്, പദവി ഒരു വിഭവമാണ്, അതുപോലെ പലതും നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അവിടെ. അതുകൊണ്ട് വസ്ത്രം താഴ്ത്തും ബിഹ, അതൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം സുഖിക്കുകയും ചെയ്തു. അതുകൊണ്ട് വൽയൗമ തുജ്സൗന അദാബൽ ഹൗൻ, നാണം കെട്ട അപമാനകരമായ ശിക്ഷ എന്ന് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക. ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർളി ബിഗൈറിൽ ഹഖ്, അന്യായമായി നിങ്ങൾക്ക് അർഹതയില്ലാത്ത നിലയിൽ ഭൂമിയിൽ നിങ്ങൾ അഹങ്കാരം നടിച്ചു നടന്നു. ബിമാ കുന്തും തഫ്സഖൂൻ, ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു, ധിക്കാരികളായി തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ ധിക്കാര മനോഭാവത്തോടുകൂടി അന്യായമായി ഭൂമിയിൽ അഹങ്കാരം നടിച്ച് നടക്കുന്ന എല്ലാ ആളുകളെയും, അത് ചെറുതും വലുതുമായാലും കൊലകൊമ്പന്മാരെ, അവരെല്ലാത്തിനെയും പിടിച്ച് നരകത്തിലേക്ക് എറിയുന്ന ഒരു ദിനമുണ്ട്. ആ നരകത്തിൽ നിന്ന് മോചനം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഒരു ഉന്നതമായ അവസരം നൽകിയ ദിനങ്ങളാണ് റമളാനിലെ ഒടുവിലത്തെ 10. അതുകൊണ്ടാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പടച്ചവനെ, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ, സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. ഇങ്ങനെ ഭീകരവും ബീഭത്സവുമായ ഒരു നരകീയ ജീവിതം നിഷേധികളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നീ നിഷേധികളുടെ കൂട്ടത്തിൽ പെടുത്തിക്കളയല്ലേ, ഞങ്ങൾ ധിക്കാരികളുടെ കൂട്ടത്തിൽ പെടുത്തിക്കളയല്ലേ, ഞങ്ങളെ ഗാഫിലീങ്ങൾ അശ്രദ്ധരുടെ കൂട്ടത്തിൽ പെടുത്തിക്കളയല്ലേ, സൂക്ഷ്മതയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പെടുത്തി ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നരക വിമോചനത്തിന്റെ അനന്തരഫലം സ്വർഗപ്രവേശനമാണെന്ന് നമുക്കറിയാം. അതിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിൽ സൂറത്തുൽ സഫിൽ പറഞ്ഞ ചില വാചകങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ. ഈ നരകമുണ്ടല്ലോ, ആ നരകം, അതിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു ഇടപാടിനെ കുറിച്ച്, ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നുള്ളത് സുബ്ഹാനഹു വ തആല. എന്താണ്? തൂമിനൂന ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുക. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക. ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വേദന പടച്ചുകൊണ്ടാണ്. ജിഹാദ് എന്ന് പറഞ്ഞ കുലുമാലാണ്. പല തരത്തിലുള്ള ജിഹാദാണ്. ലവ് ജിഹാദ്, സോപ്പ് ജിഹാദ്, സ്കൂൾ ജിഹാദ്, ഇപ്പോൾ +2 ജിഹാദാണ്. അങ്ങനെ പലതരത്തിലുള്ള ജിഹാദാണ് നാട്ടിൽ, എല്ലാം ജിഹാദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനസമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പറഞ്ഞ ഒരു മഹത്തായ സംഗതി എത്ര മോശമായിട്ടാണ് നമ്മളും കൂടി ചിത്രീകരിച്ചു പോലെന്നുള്ളതാണ്. എല്ലാ വിധത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾക്കും അല്ലാഹു തആല ഉപയോഗിച്ച സംഗതിയാണ് മനസ്സ വാച കർമ്മണ. അതിന്റെ ഏറ്റവും ഒടുവിലുള്ള സംഗതിയാണ് ഖിതാൽ, യുദ്ധം, റസ്വത്ത്. ജിഹാദ് എന്ന് പറഞ്ഞ എന്തോ കാക്കന്മാരെല്ലാം കൂടെ ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചുകൊല്ലാൻ വേണ്ടി ചാട്ടയും മുട്ടയൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു സാധനമാണ് എന്ന് മറ്റുള്ളവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന കോലത്തിലാണ് നമ്മൾ എന്നെ ഇതിനെയൊക്കെ പറഞ്ഞത്. തൊടല് മിണ്ടരുത് എന്ന് പറഞ്ഞു. ജിഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വളരെ ഗൗരവത്തിൽ, വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു സംഗതിയാണ്. എല്ലാത്തരം ത്യാഗപരിശ്രമങ്ങളും കഠിനാധ്വാനങ്ങളും ഈ പദത്തിൽപ്പെടണം.
അങ്ങനെ പലതരത്തിലുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ഉത്തമമായ ഒരു വഴിത്താര. ഇപ്പൊ മുസ്ലിങ്ങൾ എന്ത് തൊട്ടാലും സംഗതി ജിഹാദാണ്. അതിപ്പോൾ കേരളത്തിലെ പുതിയ ട്രെൻഡാണ്. ഇവിടുത്തെ പത്രക്കാർക്കും അതുപോലെ തന്നെ കുറേ ആളുകൾക്കും അത് പുതിയ ട്രെൻഡാണ്. എന്ത് വന്നാലും മലപ്പുറം ജില്ലയും പച്ചക്കൊടിയും അതുപോലെ തന്നെ +2 എന്ത് വന്നാലും അതെല്ലാം ഇതിൻ്റെ പേരിൽ അങ്ങോട്ട് ചേർത്ത് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമം വളരെ ആസൂത്രിതമായി യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി സാധാരണമായി സൂചിപ്പിച്ചതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയില്ല, നല്ല നിലയ്ക്ക് നേരായ മാർഗത്തിൽ സ്വർഗം കിട്ടാൻ അനുഭൂതിപൂരകമായ ആസ്വാദിതമായ ജീവിതം അനുഭവിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നൊരു വഴിയാണ്. ആ വഴി നമ്മളോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. നമ്മളത് ശരിയായ നിലയിൽ പകർത്തിയിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിന് നമുക്കിത് ആവശ്യമില്ലല്ലോ. നമ്മളിത് വഴിയിൽ നടന്നെങ്കിലല്ലേ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ വക്താക്കളായ ആളുകൾ പോലും അതിൻ്റെ വഴിയിലൂടെ അല്ല, അതിനെ സംബന്ധിച്ചൊന്നും മര്യാദയ്ക്ക് പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും പോലും തയ്യാറാവാതെ വ്യാഖ്യാന കസരത്തുകളിലാകെ ഇടങ്ങേറാക്കി നടക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അപ്പോൾ എവിടെന്നെങ്കിലും ജിഹാദ് എന്ന് പറഞ്ഞാൽ തന്നെ ബേജാറാവേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള അല്ലാഹു തആല കൃത്യമായി പറയും. തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിഹിം ദാലികും ഖൈറുൽ ലക്കും. അതാ നിങ്ങൾക്ക് നല്ലത്. ഇൻ കുന്തും തഅലമൂൻ. വിവരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നിരിക്കുന്ന ഈ തടിയും ധനവും ഒക്കെ ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു തആലയുടെ മാർഗത്തിൽ ധീരമായി സമരം ചെയ്തു കൊള്ളുക എന്നുള്ളത്. ശരിക്ക് തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട. ഈ വിശ്വസിക്കുന്ന ആളുകളെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതബ്ബു, അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും മനസ്സ വാച കർമ്മണ പിന്നെ അതിൽ സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന. എന്നിട്ട് അവരെ കുറിച്ച് പറയാം, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. അവരവരുടെ തടിയും ധനവും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളാണ്. അത്തരം ആളുകളാണ് യഥാർത്ഥത്തിൽ സത്യസന്ധരായ വിശ്വാസികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഉലൈക ഹും അൽ അസ്സാദിഖൂൻ എന്ന് പറഞ്ഞാൽ അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, അല്ല അവർ മാത്രമാണ്. ഹും അസ്സാദിഖൂൻ 2 തഅക്കീദാണ്. ഹും എന്ന് പറഞ്ഞാൽ തന്നെ അവരാണ്. അൽഫുൽ ലാം കൊണ്ട് മഅരിഫാക്കി കഴിഞ്ഞാൽ അവർ മാത്രമാണ് സത്യസന്ധരായ സത്യവിശ്വാസികൾ, വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തുന്ന ഇത്തരം ആളുകളാണ് എന്നാണ് ഖുർആൻ ധരിപ്പിക്കുന്നത് എന്നുള്ള. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നരകശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിച്ചുകൊണ്ട് അവരുടെ ധനവും ദടിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നിൽക്കാനാണ്. എന്നാൽ എന്താ, യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിലുക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നിങ്ങളുടെ തെറ്റുകളെല്ലാം, അവർക്ക് തെറ്റുകളെല്ലാം പുറത്തു കൊടുക്കും. അതായത് ലക്കും, നിങ്ങൾക്ക്, നമുക്ക് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. എന്നിട്ട് താഴ്ഭാഗങ്ങളുടെ അരുവികൾ ഒഴുകുന്ന പൂങ്കാവനുണ്ടല്ലോ, സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ, അവിടെ വിശിഷ്ടമായ വസതി, മസാക്കിന ത്വയ്യിബ, വിശിഷ്ടമായ വസതികൾ. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു, നല്ല പൂന്തോപ്പ്, മെഡോസ് ആൻഡ് ഷാഡോസ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. ഇപ്പോൾ ഏത് സാഹിത്യത്തിലുണ്ടാവും. ആ സാഹിത്യത്തിന് വിശദീകരിക്കുമ്പോൾ അതിലവിടെ ഇങ്ങനെ ഇപ്പോൾ മഴവെള്ളം വീഴുന്നു, വൃക്ഷയിലയിൽ മഴവെള്ളം വീണിറ്റ് വീഴുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ സൂര്യൻ്റെ പൊൻകിരണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സാഹിത്യകാരന്മാർ എഴുതുന്ന അതേ രീതിയിൽ നിങ്ങൾ നോക്കൂ. നല്ല പ്രവിശാലമായ പ്രദേശം, അവിടെ ഇങ്ങനെ പച്ചപ്പ്, അവിടെ മരങ്ങളുണ്ട്, അവിടെ ഇങ്ങനെ താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഇങ്ങനെ ഒഴുകുന്നു, അവിടെ ചെറിയ ചെറിയ കുടിലുകൾ പോലെയുള്ള ചെറിയ ചെറിയ മുത്തുമണികൾ കൊണ്ടുള്ള, അതിന് തന്നെ 60 കിലോമീറ്റർ 60 മൈൽ നീളം ഉണ്ടാവും ഒരു മുത്തിന്. അതാണ് ചെറുതെന്ന് പറയുന്നത്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരു ഹട്ടിനെ സംബന്ധിച്ച് ഹദീസിൽ വന്ന പരാമർശമാണ്. അതായത് ഒരു മുത്തുകൊണ്ട് ഒറ്റ ഒരു ചെറിയ ഇതുണ്ടാക്കിയ ഒരു വിശ്രമ സ്ഥലം. അതിലൊരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയിൽ ഈ അറ്റത്ത് പ്രവേശിച്ചാൽ അങ്ങേയറ്റം വരെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അവിടെ ഇങ്ങനെ ഒരുപാട് മുത്ത്, പിന്നെ കൊട്ടാരങ്ങൾ. ആ കൊട്ടാരങ്ങളിൽ നല്ല
സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, ഇതൊക്കെയുള്ള ഒരു മഹോന്നതമായ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം. അങ്ങനെയുള്ള സ്ഥലം മസാക്കിന ത്വയ്യിബ, ഏറ്റവും വിശിഷ്ടമായ ഭവനങ്ങൾ എന്നുള്ളതാണ്. ആ വിശിഷ്ടമായ ഭവനങ്ങളുടെ വിശദാംശങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ട് അലാ സുററും മൗലൂനത്തിൻ മുത്തഖീന അലൈഹാ മുതഖാബിലീൻ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിൻ വഅബാരിക വഅസിം മിൻ മഈൻ ലാ യുസദ്ദഊന അൻഹാ വലാ യൻസിഫൂൻ വഫാഖിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ റഹിമി ത്വയ്യിരിൻ മിമ്മാ യശ്തഹൂൻ വഹൂറുൻ ഈൻ കംസാലിൽ ലുലുൽ മക്നൂൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ലാ യസ്മഊന ഫിഹാ ലഗവൻ വലാ തഅതീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. യാതൊരു അനർത്ഥങ്ങളും അനാവശ്യ വാക്കുകളും കേൾക്കാതെ ശാന്തി ശാന്തി എന്ന് മാത്രം കേൾക്കുന്ന പരിചാരകർ ചുറ്റിലും ലുഅ്ലുഅം മൻസൂറ, വിതറപ്പെട്ട മുത്തുകൾ പോലെയുള്ള പരിചാരകരായ കുട്ടികൾ ഇങ്ങനെ ചുറ്റിലുണ്ട്. അല്ല, ചാരുമഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിയിരുന്നു കൊണ്ട് ആസ്വാദനത്തിന്റെ വാചകങ്ങൾ, ആനന്ദത്തിന്റെ വാചകങ്ങൾ പറയുന്ന ഹുറലിയങ്ങൾ, നല്ല വിശാലമായ കണ്ണുള്ള തരുണികൾ, പെണ്ണുങ്ങളെ ദേഷ്യപ്പെടേണ്ട, അതുപോലെയുള്ള ആണുങ്ങൾ അവർക്കും അങ്ങനെയൊക്കെയുള്ള, അതെവിടെ ഖുർആനിൽ മൗലാരി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ചോദിച്ച് കുലുബാലൊന്നും ഉണ്ടാക്കണ്ട. അതായത് ഇണയും തുണയുമായി എല്ലാം, അതായത് ലഹും മാ തശാഊൻ, അവർക്ക് ഉദ്ദേശിക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു ലഹമി ത്വയ്യിരി മിമ്മാ യശ്തഹൂൻ, നല്ല അവർക്കിഷ്ടമുള്ള പക്ഷിയിറച്ചികൾ, അതായത് യതഖയ്യറൂൻ ഫാഖിഹത്തിൻ യതഖയ്യറൂൻ, അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള പഴവർഗ്ഗങ്ങൾ, അതിങ്ങനെ ഖുതൂഫുഹാ ദാനിയ, അതിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത്, ഇങ്ങനെ കളകളാരവം പുഴക്കി പോകുന്ന ആറുകൾ, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സംവിധാനങ്ങൾ, അതായത് ലദ്ദത്തിൻ ലിശ്ശാരിബീൻ അൻഹാറും മിൻ ലബനിൻ അൻഹാറും മിൻ അസ്ലിൻ അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, അതായത് നല്ല പാലിൻ്റെ ആറ്, കള്ളിൻ്റെ ആറ്, ഭൂമിയിൽ കള്ളുടിക്കാതെ സൂക്ഷിച്ചവനെ സംബന്ധിച്ചിടത്തോളം കുടിയന്മാർക്ക് ലദ്ദത്തിൻ ലിശ്ശാരിബീൻ, നല്ല സ്വാദിഷ്ടമായ കള്ള്, അത് കുടിച്ചാൽ തലക്ക് മത്ത് പിടിക്കുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കറക്കം ബാധിക്കുകയോ ഇല്ല, അങ്ങനെയുള്ള സംഗതികൾ. ഇതെല്ലാം ഒരുക്കി വെച്ച മഹോന്നതമായ മസാക്കിന ത്വയ്യിബ ഉള്ള പൂന്തോപ്പ്, ആ പൂന്തോപ്പിലേക്ക് നിങ്ങളെ നാം പ്രവേശിപ്പിക്കും. നിങ്ങൾക്ക് നാം നൽകിയ തടിയും ധനവും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ചാലെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഏതെങ്കിലും ആളുകൾക്ക് റിസർവ് ചെയ്ത് വെച്ചൊരു സംഗതിയല്ല. അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യർക്ക് മുഴുവൻ കൊടുക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വാക്ക് നൽകിയതാണ്. ഇത് മുസ്ലിങ്ങൾക്ക് ഒരു റിസർവേഷൻ എന്നുള്ള നിലയ്ക്കല്ല അള്ളാഹു തആല ഈ ഖുർആനെ അവതരിപ്പിച്ചത്. എല്ലാ മനുഷ്യർക്കും വിശ്വസിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഇങ്ങനെ ഈ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ഭീകരമായ നരക ശിക്ഷയിൽ നിന്ന് ഇത്തരം അനുഭൂതിപൂരകമായ ആസ്വാദിതകമായ സ്വർഗത്തിലേക്ക് രണ്ടും ബാലൻസ് ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. കേട്ടാൽ കൊതിയൂറും ലുഅ്ലുഅൻ മൻസൂറാന്ന്, അതായത് വിതറപ്പെട്ട മുത്തുകൾ പോലെ ഒന്ന്, അതുപോലെ ചെപ്പിലിട്ട് അടച്ചു വെച്ചതായി തോന്നുന്ന തരുണികളും അതുപോലെയുള്ള ഇണകളും തുണകളും ഒക്കെ ഉള്ള ആസ്വാദിദായകമായ അനന്തമായ ആസ്വാദനം, ഒരിക്കലും നശിച്ചു പോകാത്ത ആസ്വാദനം. അതിങ്ങനെ കേട്ടാൽ വായിച്ചാൽ ആഹ്ലാദിക്കാൻ എന്നെന്നും വക നൽകുന്ന തരത്തിൽ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറഞ്ഞു തന്നത് ഈ റമളാൻ മാസത്തിലാണ്. ഇതൊക്കെ നമുക്ക് ആനന്ദകരമായ ആശ്വാസകരമായ ഒരു സംഗതി. ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തൽക്കാലം, ഇതൊരു മഹത്തായ സംഗതിയാണ്, ഇത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്, ഇത് തീർച്ചയായും കിട്ടുന്നതാണ് എന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിച്ചു ഉറച്ചുകൊണ്ട് തൽക്കാലത്തെ ഇവിടെയുള്ള ചില ചില്ലറ അനുഭൂതികൾ ഒഴിവാക്കാൻ ആര് തയ്യാറുണ്ട്? എന്നാൽ ആര് വിശ്വസിക്കുന്നു എന്ന മറ്റൊരു ടെസ്റ്റാ. ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചെങ്കിലേ ഇവിടെയുള്ള ചിലതൊക്കെ ഒഴിവാക്കാൻ പറ്റൂ. അപ്പൊ അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടിയത് തന്നെ അടിച്ചളയാം, അതെന്തെങ്കിലും പറഞ്ഞല്ലേ തൽക്കാലം കിട്ടിയ കള്ള പിടിച്ചളയാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആസ്വദിക്കുന്നവന് അങ്ങോട്ട് പിടിച്ച് അവിടെ കൊണ്ടിടുമെന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വതആല പറയും. അപ്പൊ അതുകൊണ്ട് തുൻജീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ആ ഒരു കച്ചവടം, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വിശ്വസിക്കലാണ്, അവന്റെ പ്രവാചകൻ പറഞ്ഞത് കേൾക്കലാണ്, എന്നിട്ട് അവന്റെ മാർഗത്തിൽ ധനവും തടിയും കൊണ്ട് അധ്വാനിക്കലാണ്. അങ്ങനെ ധനവും തടിയും കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ച് ഈ മസാക്കിന ത്വയ്യിബയിൽ എത്തിച്ചേരുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനി സുബ്ഹാനക ലാ നസീദനാ കമാ സനൈത നഫ്സുഹു ലകൽ ഹംദു ഹത്താ തർലാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്.
أيها الإخوة الأحباء أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പ്രാവശ്യം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അവനവൻ്റെ തടി കാത്തില്ലെങ്കിൽ മറ്റാരും കാക്കാനില്ല. അതുകൊണ്ട് ഖു അൻഫുസക്കും, നിങ്ങളെ തന്നെ നിങ്ങളെ സ്വയം കാക്കുക. വ അഹ്ലീക്കും നാറ, പിന്നെ നിങ്ങളെ കുടുംബത്തെയും. അഹലിന് ഒരുപാട് വിശദീകരണമുണ്ട്. വാപ്പ, ഉമ്മ, സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ, പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ 4 ഉമ്മ, വാപ്പ, മുകളിൽ സഹോദരൻ, കൂടെ ഭാര്യ, മക്കൾ, ഇങ്ങനെ ഒരു റോൾ. അത് കഴിഞ്ഞ് ജ്യേഷ്ഠാനുജന്മാർ, അതിന് അഹല് എങ്ങനെ വിശദീകരിക്കുക എവിടെയും. അപ്പം നിങ്ങളും നിങ്ങളുടെ അഹലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഈ നരകത്തിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മാത്രം നോമ്പ് പിടിച്ചിടന്നാൽ പോരാ. നോമ്പും നോമ്പ് കാലത്തെ സദഖകളും സക്കാത്തുമൊക്കെ. സക്കാത്തിൻ്റെ വിശദീകരണം ഒന്നും പറയാതെ എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണ് ആ സബ്ജക്റ്റിനെടുക്കാത്തത്. ഒരുപാട് പ്രാവശ്യം ഫീ സബീലില്ലാഹ്, ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. 2.5% കൊടുത്ത് ബാക്കി കെട്ടിപ്പൂട്ടി വെച്ചാലൊന്നും ആവൂല എന്നും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിങ്ങൾക്ക് കിട്ടിയതിൽ നിന്ന് നിങ്ങളുടെ ആവശ്യം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചെലവഴിക്കണമെന്നും, എന്നാലേ ശരിയായ നിലയിൽ ഈ സമൂഹത്തിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന രീതിയിൽ ഈ ധനവിനിയോഗം നടക്കുമെന്നൊക്കെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ഇവിടെ വരുന്നവർ അതിൻ്റെ അഹലുകാരായതുകൊണ്ട് മനസ്സിലാവണ ഭാഷയിൽ നല്ല നിലയ്ക്ക് ഒരുപാട് പറഞ്ഞതാണ്. സക്കാത്ത് കമ്മിറ്റികളുണ്ട് നാട്ടിൻ്റെ പല ഭാഗത്തും, ഇവിടെയുണ്ട്, മറ്റു പലയിടത്തുമൊക്കെ ഉണ്ട് സക്കാത്ത് കമ്മിറ്റികളുണ്ട്. അവരുടെ ആളുകൾ സമീപിക്കും. അപ്പോൾ അവരെ സഹായിക്കണം. അറിഞ്ഞുകൊണ്ട് ചോദിക്കാൻ നടക്കുന്ന കുറേ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും, പാവങ്ങൾ. അവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവൻ്റെ തൃപ്തിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നൽകുമ്പോൾ അവൻ ഇരട്ടിക്കിരട്ടിയായി തിരിച്ചു തരും. ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധനവിനിയോഗം ഈ ജിഹാദിൽ പെടുന്നു. യുദ്ധഫണ്ടിലേക്ക് പൈസ കൊടുക്കണം മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചിലവ്. യഥാർത്ഥത്തിൽ അൻഫുസകും വഅഹ്ലീക്കും, അൻഫുസകും അംവാൽ എന്ന് പറഞ്ഞതിൽ പെടുന്നുള്ള. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിച്ചുകൊള്ളുക. വഖൂദുഹ അന്നാസ് വൽ ഹിജാറത്ത് അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. അവിടെ പറഞ്ഞിടത്തും നല്ല വരട്ടുക, വെറുതെ അല്ല. നമ്മളെ മനുഷ്യ മനസ്സ് ഈ ശരിക്കും ശക്തമായി പേടിപ്പിച്ചില്ലെങ്കിൽ പേടിക്കൂല എന്നാണ്. ഒരുതരം ധിക്കാര സ്വഭാവം ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ പേടിപ്പിച്ചില്ലെങ്കിൽ പേടിക്കൂല എന്നാണ്. നമ്മളൊരു വിനയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. കല്ലുകളെയും മനുഷ്യന്മാരെയും ഇന്ധനാക്കുന്ന നല്ല പരുഷ സ്വഭാവവും അതിശക്തന്മാരുമായ കാവൽക്കാർ, പാറാവുകാരുള്ള നരകണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളെ കുടുംബത്തെയും നിങ്ങളെ രക്ഷിച്ചോളണം. എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്ത് അവിടെ നിന്നൊന്നും സാധിക്കാൻ പറ്റില്ല. കാരണം അവരല്ല പറഞ്ഞതല്ലാത്ത വേറൊന്നും കേൾക്കില്ല. അള്ളാഹുവിനോട് യാതൊരു അനുസരണക്കേടും കാണിക്കാതെ ശിക്ഷിക്കാൻ പറഞ്ഞാൽ ശിക്ഷിക്കും, രക്ഷിക്കാൻ പറഞ്ഞാൽ രക്ഷിക്കും. അവരോട് എന്താണ് കൽപ്പിക്കുന്നത് അത് മാത്രം ചെയ്യുന്ന ളിലാലും ഷിദാദ്, പരുഷ സ്വഭാവമുള്ള അതിശക്തന്മാരായ മാലാഖമാർ, പാറാവുകാരായുള്ള നരകമാണ് യഥാർത്ഥത്തിൽ എല്ലാ ധിക്കാരികൾക്കും നിഷേധികൾക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാം. ഈ നരകത്തിന്റെ വിമോചനമാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ നരക വിമോചനം ചോദിക്കുമ്പോൾ നരകത്തിന്റെ ഭീകരതയും ബീഭത്സതയും സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, പ്രവാചകൻ പറഞ്ഞ കാര്യം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. എങ്കിലേ അതിശക്തമായി നരകത്തിൽ നിന്ന് മോചനം ചോദിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. വെറുതെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ട് അടച്ച ആദ്യം പറഞ്ഞ അങ്ങനെ പറഞ്ഞു വിടുക. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനൻ അല്ല, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് നമ്മളെ നാക്കിലൂടെ വരുമ്പോൾ നമ്മളെ ഹൃദയത്തിൽ അത് ചലനമുണ്ടാക്കി ശരീരമാസകലം വിറച്ച് അതിൻ്റെ ആശയും പ്രതീക്ഷയും അല്ലാഹുവിലേക്ക് അർപ്പിച്ചു തോന്നുന്ന ഹൃദയംഗമായ പ്രാർത്ഥനയായി മാറണം എന്നതാണ്. ആ പ്രാർത്ഥനയാണ് പാതിരാവിലെ പ്രാർത്ഥന. എഴുത്തിക്കാഫ് വെച്ചിരിക്കുന്നത് തന്നെയാണ്. എഴുത്തിക്കാഫിന് സൗകര്യമുള്ളവർക്ക് എഴുത്തിക്കാഫിരിക്കാം. അതുപോലെ തന്നെ തഹജ്ജുദ് കൂടുതൽ നമസ്കരിക്കാൻ, ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞ് ഗൾഫിലൊക്കെ വേറെയും നിസ്കരിക്കുന്നുണ്ട്. തറാവിഹിന് അപ്പുറം അത് 10-37 റക്അത്ത് വരെ നിസ്കരിച്ചതായിട്ട് നമുക്ക് തെളിവ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും ഉത്തമമായ ദിവസങ്ങൾ
അള്ളാഹു ആകാശലോകത്തെ ഭൂമിയായി കൂട്ടിയൊരുമിപ്പിച്ച് ഇങ്ങനെ ഭൂമി ആകാശം കെട്ടിപ്പിടിച്ച് മുത്തമിട്ട രാത്രി എന്ന് ചില മുഫസ്സിറുകൾ പ്രയോഗിച്ച ലൈലത്തുൽ ഖദ്റും ഈ അവസാനത്തെ ദിവസങ്ങളിലാണ് ഉണ്ടാവുക, ഒറ്റരാവുകളിൽ. അതൊരു മഹാസൗഭാഗ്യമാണ്. 1000 രാവുകളെക്കാൾ മഹത്തായ രാവ് എന്ന് പറഞ്ഞാൽ 999 കഴിഞ്ഞ 1000 എന്നുള്ള അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ പ്രയോഗിച്ചത്. സാധാരണ നില നമ്മൾ പറയല്ലേ 10,000 ലക്ഷക്കണക്കിന് എന്ന് പറയും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ജനതയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഒരു നമ്പറുണ്ട് പറഞ്ഞതാണ്. 7, 70, 700, 70,000 ഒക്കെ പറഞ്ഞ് കുറേ നമ്പറുകളൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായി ആ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് 82 കൊല്ലം ഇത്ര കൊല്ലം ജീവിച്ചിട്ട് ഇത്ര വർഷം മാസം ജീവിച്ചിരുന്നെന്ന് പറഞ്ഞ് കണക്കുണ്ടാക്കി അടിയുണ്ടാക്കേണ്ട ഒരാവശ്യമില്ല. ഒരുപാട് 1000 അല്ല, അതിൻ്റെ കോടാനകോടി വർഷങ്ങൾക്കപ്പുറം, കോടാനകോടി വർഷങ്ങളെക്കാൾ കൂടുതൽ വില യഥാർത്ഥത്തിൽ അതിനില്ലേ. കാര്യം സ്വർഗം നമുക്ക് വെച്ച് നീട്ടിയ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ മഹത്തായ രാത്രി, ഈ ഭൂമിയുടെ ജീവിതത്തിൽ അതിനേക്കാൾ മഹത്തായ ഒരു രാത്രി പിന്നെ ഉണ്ടായിട്ടില്ല. ഈ പ്രപഞ്ചത്തിന്റെ സുദീർഘമായ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ദിവ്യദർശനം, ഈ ദിവ്യ സന്ദേശം കൊണ്ടുവന്ന എല്ലാ ദിവ്യ സന്ദേശങ്ങളെയും പൂർത്തീകരണമായി പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്ത ആ രാത്രിയേക്കാൾ പ്രധാനപ്പെട്ട ഒരു രാത്രി അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, അതിനുശേഷവും ഉണ്ടായിട്ടില്ല. ആ രാത്രിയുടെ ഒരു ഇഫക്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ള മാത്രമാണ്, അതാണ് നമുക്കുള്ളത്. അപ്പൊ അത്ര മഹത്തായ രാത്രി, അതിബൃഹത്തായ രാത്രി, ഭൂമിയിലെ മനുഷ്യർക്ക് സ്വർഗം നൽകിയ രാത്രി, സ്വർഗം കാണിച്ചു കൊടുത്ത രാത്രി, സന്മാർഗം കാണിച്ചു കൊടുത്ത രാത്രി, അവനിലെ മനുഷ്യന്റെ മനുഷ്യത്വത്തെ ഉയർത്തിയ രാത്രി, അന്തസ്സും അഭിജാത്യവും ഉന്നതിയും നൽകിയ രാത്രി. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അന്തസ് എന്നൊക്കെ പറയുന്നത്, അഭിജാത്യം എന്നൊക്കെ പറയുന്നത് അല്ലാഹുള്ളതാണ്. അതവന്റെ പ്രവാചകൻ അവൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതനുസരിക്കുന്ന മുസ്ലിങ്ങൾക്കാണ്. സത്യവിശ്വാസികളുടെ അന്തസ് ഉയർത്തിയ രാത്രി, സത്യവിശ്വാസികളുടെ ആത്മാഭിമാനം ഉയർത്തിയ രാത്രി, സത്യവിശ്വാസികൾക്ക് അനശ്വരത നൽകിയ രാത്രി, അള്ളാഹുവിന്റെ റസൂല് ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും അപ്പുറമെത്തിയ മഹോന്നതമായ ആ സ്ഥാനത്തേക്ക് എത്തിയ രാത്രി, ആ രാത്രിയേക്കാൾ പ്രാധാന്യമുള്ള രാത്രി ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ഷഹർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയ 999 അപ്പുറത്ത് 1000 എന്ന കണക്കല്ല യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. അതിനേക്കാൾ മഹത്തായ ഒരു രാത്രി ഇനി വരാനില്ല. അങ്ങനെയുള്ള രാത്രി, ആ രാത്രിയിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നോ അതൊക്കെ തരാം, ആവർത്തിച്ച് നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്ന ആ രാത്രിയുടെ ഒരു പുനരവതാരം നമ്മുടെ റമദാനിലെ ഒടുവിലത്തെ 10 ഒറ്റരാവുകളിൽ, 7 ഒറ്റരാവുകൾ എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകളുണ്ട്. അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും സ്വർഗത്തിനു വേണ്ടി നരകവിമോചനവും സ്വർഗപ്രവേശനവും തേടുകയും ചെയ്യാൻ വളരെ പ്രാധാന്യമുള്ള സന്ദർഭമായി അല്ലാഹു തആലയുടെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന് പള്ളിയിലിരുന്ന് ഇഅ്തികാഫ് നടത്തിയിട്ടുണ്ട്. അവസാനത്തെ വർഷം 10-20 ദിവസത്തോളം ഇഅ്തികാഫ് ഇരുന്നതായി ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇഅ്തികാഫ് ഫറലാക്കി എല്ലാവരെയും പിടിച്ച് പള്ളി കയറ്റാനല്ല പറഞ്ഞത്. അതിന് താല്പര്യവും സൗകര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ്. അതുപോലെ വീട്ടിലായാലും പള്ളിയിലായാലും റോഡിലായാലും അള്ളാഹുവിനെ സ്മരിക്കുകയും ഹൃദയം അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും നരകവിമോചനം ലഭിക്കുകയും സ്വർഗം ലഭിക്കുകയും ചെയ്യുക. എന്നിട്ട് നമുക്ക് മാത്രം പോരാ, നമ്മൾ ഈ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ വിശ്വാസികൾ, ഹൃദയവിശാലതയുള്ളവർ എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മുടെ ചുറ്റിലും ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർ വിമർശിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, നമ്മളെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രവർത്തനം നടത്താറുണ്ട്. പക്ഷേ സത്യവിശ്വാസിക്ക് അതൊന്നും പ്രശ്നമാവേണ്ടതില്ല എന്നാണ് സത്യവിശ്വാസികളുടെ രാജതമ്പുരാൻ പഠിപ്പിക്കുന്നത്. ഇത് അവർക്കും കൂടി പറഞ്ഞു കൊടുക്കണം, ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കണം. 950 വർഷം നിരന്തരമായി പറഞ്ഞു കൊടുത്തിട്ട് 12 മുതൽ 40 ആളുകളെ വരെ മാത്രം കിട്ടിയ ഒരു പ്രവാചകന്റെ ഐതിഹാസികമായ ചരിത്രം നമുക്ക് തന്റെ ഇടത്തിന് വേണ്ടി, ഊർജ്ജസ്വലതയ്ക്ക് വേണ്ടി, ആവേശത്തിന് വേണ്ടി, ദഅവത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശക്തി പകരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറയുന്നതിനെ സംബന്ധിച്ചും സത്യവിശ്വാസി വിഷമിക്കേണ്ടതില്ല. അന്തസ്സുള്ളത്, ഔന്നിത്യമുള്ളത് സത്യവിശ്വാസിക്കാണ്. നിങ്ങൾ ദുഃഖിതരാകേണ്ടതില്ല, നിങ്ങൾ വ്യാകുലചിത്തരാകേണ്ടതില്ല. നിങ്ങളാണ് ഉന്നതന്മാർ. നിങ്ങളുടെ കയ്യിലാണ് ആഭിജാത്യത്തിന്റെ, ഔന്നത്യത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ മഹോന്നതമായ ഈ വേദവാക്യം കയ്യിലുള്ളത്. അതെടുത്ത് ജീവിക്കൂ, അത് ഖുവ്വത്തോടെ പിടിക്കൂ, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തിട്ട് അവർക്കും ശാന്തിയും സമാധാനം നൽകൂ. ലോകത്തിന് വെളിച്ചവും സമാധാനവും ശാന്തിയും നൽകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആന്റെ ആ രാത്രി അത് വരാൻ പോകുന്നു. അതിന്റെ അനുയായികൾ അത് പഠിച്ചു പകർത്താൻ ശ്രമിക്കുക. അതിന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ അർളഅന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയ ബഖിയത്തി സ്വഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസവും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. നാഥ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളെ എല്ലാവരെയും നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി രോഗത്തിൽ ഹോസ്പിറ്റലുകളിലും അതുപോലെ വീടുകളിലും കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദ്വായുണ്ട്, വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. അവിടെ എല്ലാവരുടെയും രോഗം നീ എത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ നീ ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവിടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, എല്ലാ കുറവുകളും അവർക്ക് നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല വിജ്ഞാനം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. കുടുംബങ്ങളിൽ സന്തോഷവും സമൃദ്ധിയും നൽകണേ തമ്പുരാനെ. ഈ റമളാനിന്റെ ഒടുവിലത്തെ ദിനങ്ങളെ ഏറ്റവും ഉത്തമമായി പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരതമായ ദിനരാത്രങ്ങൾ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ പൊറുക്കണേ നാഥ. തെറ്റുകളിൽ പോകാതെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ സാമ്പത്തികമായ വിഷമങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കടങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു, എല്ലാ നിലക്കും നിനക്ക് തൃപ്തിയുള്ള ജീവിതം ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നാഥ, നിന്റെ മുന്നിലല്ലാതെ ഞങ്ങൾക്ക് പറയാനില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനില്ല. നീ തട്ടിക്കളഞ്ഞാൽ മറ്റൊരഭയം ഞങ്ങൾക്കില്ല. നിസ്സഹായരായി വീണ്ടും വീണ്ടും നിന്നോട് ഞങ്ങൾ ആത്മാർത്ഥമായി ഹൃദയംഗമായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണേ തമ്പുരാനെ. അഭിമാനത്തോടെ ജീവിച്ച് അന്തസ്സോടെ നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ റമളാനിന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ രാവുകളിൽ ദുനിയാവിൽ പടച്ചവനെ ഏറ്റവും ഉത്തമമായി നിനക്ക് വേണ്ടി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു, ലോകത്തിന്റെ നാനാഭാഗത്ത് വ്യസനം അനുഭവിക്കുന്ന സത്യവിശ്വാസികളുടെ പ്രയാസങ്ങളും വ്യസനങ്ങളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഗാസയിലെ സഹോദരങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഗാസയിലെ സഹോദരങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. ഗാസയിലെ സഹോദരങ്ങളെ നീ സഹായിക്കണേ തമ്പുരാനെ. അതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും നീ തുണയായിരിക്കണേ തമ്പുരാനെ. അന്തിമമായ വിജയം സത്യവിശ്വാസികൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അപമാനത്തിലും വ്യസനത്തിലും പ്രയാസത്തിലും നീ ഞങ്ങളെ പെടുത്തല്ലേ നാഥ. എല്ലാ നിലക്കും നിന്റെ സത്യവിശ്വാസികളായ അടിമകളായി ഞങ്ങളെ ജീവിപ്പിക്കണേ തമ്പുരാനെ. അന്തസ്സോടെ നിന്നിലേക്ക് മടങ്ങാനും ഞങ്ങൾക്ക് അനുഗ്രഹമേകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.